പ്രിയമുള്ളവരെ, ഈ വരുന്ന ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കൊട്ടാരക്കരയുടെ അഭിമാനമായ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സംരക്ഷകനായ സഖാവ് KN ബാലഗോപാലാണ്. നരേന്ദ്രമോദി സർക്കാർ തൊഴിലുറപ്പ് നിയമമില്ലാതാക്കി, രാഷ്ട്രപിതാവിനെ ഗാന്ധിജിയെ പടിയിറക്കി, വർഷത്തിൽ 60 ദിവസം നമുക്ക് തൊഴിൽ തരില്ല. ഇനി തൊഴിൽ ചെയ്താലോ കേന്ദ്ര ഗവൺമെന്റ് പൈസ തരില്ല. സംസ്ഥാന ഗവൺമെന്റുകൾ പൈസ കൊടുത്താലേ നമുക്ക് കൂലി കിട്ടൂ. ഏപ്രിൽ 1 മുതൽ രാജ്യത്താകെ തൊഴിലുറപ്പ് പ്രതിസന്ധിയിലാവുകയാണ്. കോടിക്കണക്കിന് അമ്മമാരും സഹോദരിമാരും, കേരളത്തിൽ 20 ലക്ഷം കുടുംബങ്ങളാണ് തൊഴിലുറപ്പ് പണി ചെയ്യുന്നത്. നമ്മുടെ സംരക്ഷകനായ സഖാവ് KN ബാലഗോപാലിനെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് മുഴുവൻ തൊഴിലാളികളും കുടുംബങ്ങളും ഈ നാട്ടിലെ ജനങ്ങളും വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കണം. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള 10,000 രൂപ നമ്മുടെ നാട്ടിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ശേഖരിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരും സഹോദരിമാരും കൂടി അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സംഘടനയുടെ നിന്നും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നിന്നും നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയ സമ്പത്ത് വെച്ച്, പണം വെച്ച് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് കെട്ടിവെക്കാനായി കിട്ടിയ പണം വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം കേരളത്തിലെ ഗവൺമെൻറ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എല്ലാവരുടെയും ജീവിത പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇടപെടുന്നൊരു ഗവൺമെൻറ്റാണ്. ഇടതുപക്ഷ ഗവൺമെൻറ് വന്ന 10 വർഷക്കാലം, തുടർച്ചയായിട്ടുള്ള 10 വർഷക്കാലം ക്ഷേമ പദ്ധതികളൊന്നും മുടങ്ങിയിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാം. പെൻഷൻ, ക്ഷേമ പെൻഷൻ 600 രൂപ ഉണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ 18 മാസം വരെ ഇല്ലാതായ ഒരവസ്ഥ ഉണ്ടായിരുന്നു അതിനു മുമ്പ് എന്നുള്ളത് നമുക്ക് ഓർമ്മയുണ്ട്. ക്ഷേമ പെൻഷൻ്റെ കാര്യം മാത്രമല്ല, മറ്റു ഇതുപോലെ പല മേഖലകളിലും മുടങ്ങിയിട്ടുണ്ട് പണം. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ പലതും വന്നു എന്ന് മാത്രമല്ല, ആ ദുരിതം നമ്മൾ അനുഭവിച്ചാണ്. എല്ലാ മേഖലയിലും KSRTCക്ക് ശമ്പളമില്ല, പെൻഷനില്ല, റേഷൻ കടയിൽ അരിയില്ല, പാഠപുസ്തകങ്ങൾ പ്രിന്റ് ചെയ്ത് കിട്ടാത്തതുകൊണ്ട് ഫോട്ടോ കോപ്പി എടുത്ത് പിള്ളേർ പഠിക്കാൻ പല സംഭവങ്ങളുണ്ട്. ആ സംഭവത്തിൻ്റെ ഒക്കെ ഇടയിൽ തൊഴിലുറപ്പ് ഈ നമ്മുടെ നാട്ടിലെ ക്ഷേമ പദ്ധതികളെല്ലാം കിട്ടാൻ നടക്കുന്നത് 2000 രൂപ വെച്ച് ഓരോ വീട്ടിലും എത്തുന്നു. അത് 62 ലക്ഷം കുടുംബങ്ങൾക്ക് എത്തുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അത് ഉൾപ്പെടെ എല്ലാം നടക്കുന്നു. അതിനൊപ്പം അതെല്ലാം ചെയ്യുമ്പോൾ അതിനാവശ്യമായ പണം സംസ്ഥാനത്തിന് കേന്ദ്ര ഗവൺമെന്റ് തരാനുള്ളത് പോലും തരാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതെല്ലാം കണ്ടെത്തി ഓരോ മുഖങ്ങളിലും ആ 2000 രൂപ വെച്ച് ക്ഷേമ പെൻഷൻ കിട്ടുമ്പോൾ ഓരോ വീട്ടിലും അതിൻ്റെ സന്തോഷമുണ്ട്, പുഞ്ചിരിയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വീട്ടിൽ ഒരു മരണത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ ഒരു കൊച്ചുകുഞ്ഞ് അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കൂടെ ഞാനും ഇരിക്കുകയാണ്. സ്ത്രീകളുടെ കൂടെയാണ്, കൂടുതൽ സ്ത്രീകളാണുള്ളത് അവിടെ ഇരുന്നത്. ഒരു കൊച്ചുകുഞ്ഞ് എൻ്റെ മടിയിൽ വന്നിരുന്നു. ഞാൻ പോകാൻ കുറച്ച് കഴിഞ്ഞ് എണ്ണിച്ചപ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മൂമ്മ എന്നെ പരിചയപ്പെട്ടു. ഇതാരാന്നറിയാവോ? ഇത് മന്ത്രി, അമ്മമ്മയ്ക്ക് പെൻഷൻ തരുന്ന മന്ത്രിയാണെന്ന് പറഞ്ഞു. എനിക്ക് ഏറ്റവും അഭിമാനം തോന്നിയൊരു കാര്യമാണ്. ഞാൻ ചോദിച്ചു, ഈ കൊച്ചു കുഞ്ഞിനെ എങ്ങനെ അറിയാം പെൻഷൻ്റെ കാര്യം? അവ പറഞ്ഞു, പെൻഷൻ കിട്ടുമ്പോൾ ഇവന് മുട്ടായിയോ ഒക്കെ മേടിച്ചു കൊടുക്കും, അതുകൊണ്ട് പെൻഷൻ്റെ കാര്യം കുഞ്ഞുങ്ങൾക്ക് അറിയാം. ഇതൊല്ല ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർക്ക് വലിയ അഭിമാനം ഉണ്ടാകുന്നുണ്ട്. അതിനൊപ്പമാണ് ഇപ്പോൾ തൊഴിലുറപ്പെന്ന് പറയുന്നത് നിർത്തി. ഇപ്പോൾ രാജേന്ദ്ര സാവെല്ലാം ഇതൊരു സംസ്ഥാന സെക്രട്ടറിയാണ്. ഈ തൊഴിലുറപ്പെന്ന് പറയുന്ന പദ്ധതി നിർത്തി. കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന അവർ വെച്ചിരുന്നത് 88,000 കോടി രൂപയാണ്. ഇപ്രാവശ്യം വെറും 30,000 കോടിയേ ഉള്ളൂ. പണം ഇല്ലാതാക്കി. അത് അറിഞ്ഞുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ സമരങ്ങളൊക്കെ നടത്തും. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല. അങ്ങനെയാണ് ബഡ്ജറ്റിലെ 1000 കോടി രൂപ. 1000 കോടി എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ച് വലിയൊരു തുകയാണ്. 1000 കോടി രൂപ മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചിട്ടാണ്. ബഡ്ജറ്റ് രഹസ്യമാണ്. മുഖ്യമന്ത്രി, ധനകാര്യമന്ത്രി മാത്രമേ അറിയത്തുള്ളൂ എന്താണ് പറയാൻ പോകുന്നത്. ആ 1000 കോടി രൂപ നിങ്ങളുടെ എല്ലാം, നമ്മുടെ എല്ലാം സമരത്തിന്റെ ഫലമായി, ആവശ്യങ്ങളുടെ ഫലമായിട്ട് മാറ്റിവെച്ചതാണ്. അതുകൊണ്ട് തൊഴിലുറപ്പെന്ന് പറയുന്ന സമ്പ്രദായത്തെ ഇല്ലാതാക്കാൻ കേന്ദ്രം തീരുമാനിച്ചാലും കേരളം അത് സംരക്ഷിക്കാൻ പരമാവധി ശ്രമിക്കുമെന്ന് പ്രഖ്യാപിച്ചൊരു കാര്യമാണ്. അത് ഈ കൊട്ടാരക്കരയുടെ MLA എന്ന നിലയിലാണ് ഞാൻ ധനകാര്യമന്ത്രിയായത്. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംരക്ഷിക്കാൻ, ഓരോ വീട്ടിലെയും കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഞങ്ങളെല്ലാം നടത്തുന്നത്.
ആ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇപ്പോൾ ഓണത്തിന് പ്രത്യേക ബോണസ് ഉൾപ്പെടെ അനുവദിക്കുന്ന കേരളത്തിലേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിന് ഇവിടുന്ന് MLA ആയ ഒരാളെന്ന നിലയിൽ നിങ്ങളൊപ്പം നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റി എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ആ അഭിമാനം ഒന്നുകൂടെ വലുതായി. എന്തുകൊണ്ടാണ്? നിങ്ങളാണ് കെട്ടിവെക്കാനായിട്ട് ഈ പണം തന്നത്, തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. അതുകൊണ്ട് ആ സന്തോഷത്തിലും അഭിമാനത്തിലും പങ്കുചേർന്ന് എൻ്റെ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് കൊട്ടാരക്കര അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നിന്നും കേരള നിയമസഭയിലേക്ക് മത്സരിക്കുന്ന ഞാൻ നാളെ രാവിലെയാണ് നോമിനേഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 21-ാം തീയതി രാവിലെ 11 മണിക്ക് നോമിനേഷൻ നൽകുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും വോട്ടുകളും പ്രവർത്തനവും വേണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും നോമിനേഷൻ നൽകുന്ന പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് പരമാവധി ശ്രമിക്കണം, സഹകരിക്കണം. വോട്ടുകൾ രേഖപ്പെടുത്തുവാനും പ്രവർത്തനത്തിൽ പങ്കെടുക്കുവാനും എല്ലാവരും എനിക്കൊപ്പം ഉണ്ടാവണം. കാരണം കൊട്ടാരക്കരയുടെ വികസന കാര്യങ്ങളിൽ ഇവിടുത്തെ മുഴുവൻ ജനങ്ങൾക്കൊപ്പം കഴിഞ്ഞ 5 വർഷക്കാലം പ്രവർത്തിച്ച് എല്ലാവരുടെയും പൊതു താല്പര്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതോടൊപ്പം കേരളത്തിലെ ധനകാര്യമന്ത്രി എന്ന നിലയിൽ വലിയ ഉത്തരവാദിത്വം എനിക്ക് ഗവൺമെൻറ് LDF മുഖ്യമന്ത്രി ചുമതല ഏൽപ്പിച്ചത് ഇവിടുത്തെ MLA ആയതുകൊണ്ടാണ്. ധനകാര്യമന്ത്രി എന്ന നിലയിൽ എല്ലാ പൗരന്മാരുടെയും എല്ലാ വീടുകളുടെയും താല്പര്യം സംരക്ഷിക്കുവാൻ, കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിനീതമായ വിശ്വാസം. ആ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വലിയ പിന്തുണ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം. നമുക്കൊരുമിച്ച് ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുവാൻ, അതുവഴി കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാവരുടെയും പിന്തുണയും എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും സഹായങ്ങളും അഭ്യർത്ഥിക്കുന്നു.